എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആർത്തിരമ്പുന്ന 1.25 ലക്ഷം കാണികളെ സാക്ഷിയാക്കി അരങ്ങേറിയത് വെറുമൊരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല, മറിച്ച് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായിരുന്നു. ഇന്നത്തെ ഈ മഹാപോരാട്ടത്തിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും നേർക്കുനേർ വന്നപ്പോൾ അതുവരെ കണ്ടുശീലിച്ച സകല സമവാക്യങ്ങളും കാറ്റിൽ പറന്നു. ടോസ് നേടിയ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പിച്ചിലെ ഈർപ്പവും രാത്രിയിലെ മഞ്ഞുവീഴ്ചയും മുതലെടുക്കാൻ ലക്ഷ്യമിട്ട് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പേസർ ജസ്പ്രീത് ബുംറ പന്തെറിയാനെത്തിയപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം ശ്വാസം അടക്കിപ്പിടിച്ചു. ആദ്യ ഓവറിൽ തന്നെ മണിക്കൂറിൽ 145 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞുവന്ന ബുംറയുടെ മാന്ത്രിക ഇൻസ്വിംഗറുകൾ ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാൻമാരുടെ അടിവേരിളക്കി. വൈകാതെ തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പന്ത് വിശ്വസ്തനായ ഹാർദിക് പാണ്ഡ്യയെ ഏൽപ്പിക്കുകയും പാണ്ഡ്യയുടെ കൃത്യതയാർന്ന ബൗൺസറിൽ റയാൻ റിക്കൽട്ടൺ ഇഷാൻ കിഷന് ക്യാച്ച് നൽകി മടങ്ങുകയും ചെയ്തതോടെ ഇന്ത്യയ്ക്ക് ആദ്യത്തെ സുവർണ നേട്ടം ലഭിച്ചു. എന്നാൽ പിന്നീട് ഗ്രൗണ്ടിൽ കണ്ടത് ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം ക്വിന്റൺ ഡി കോക്കിന്റെ സംഹാരതാണ്ഡവമായിരുന്നു. അർഷദീപ് സിംഗിനെയും മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയെയും എല്ലാം കടന്നാക്രമിച്ച് ഡി കോക്ക് സ്റ്റേഡിയത്തിന്റെ താപനില ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു. വരുണിനെതിരെ കൂറ്റൻ സിക്സർ പറത്തി ബേബി എബി ഡെവോൾഡ് ബ്രെവിസും അപകടസൂചന നൽകിയതോടെ വെറും 32 പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ ഡി കോക്കിന്റെ കരുത്തിൽ 10 ഓവറിൽ 85 റൺസുമായി ആഫ്രിക്കൻ പട കുതിച്ചു. സ്കോർ അനായാസം 200 കടക്കുമെന്നും മത്സരം ഇന്ത്യയുടെ കൈവിട്ടു പോകുമെന്നും തോന്നിച്ച ആ നിർണായക നിമിഷത്തിലാണ് 13-ാം ഓവറിൽ വാഷിംഗ്ടൺ സുന്ദർ അവതരിക്കുന്നത്. സുന്ദറിന്റെ വിരലുകളിൽ നിന്ന് പാഞ്ഞുവന്ന് ഒരു മാന്ത്രിക പന്ത് ഡി കോക്കിന്റെ പ്രതിരോധം തകർത്ത് സ്റ്റമ്പുകൾ പിഴുതെറിഞ്ഞപ്പോൾ അതാ മത്സരത്തിന്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായി മാറി. തുടർന്നെത്തിയ എയ്ഡൻ മാർക്രവും ട്രിസ്റ്റൻ സ്റ്റബ്സും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അവസാന ഓവറുകളിൽ ജാസൻ സ്മിത്ത് നടത്തിയ വെടിക്കെട്ട് പ്രകടനത്തിലൂടെ ദക്ഷിണാഫ്രിക്ക 20 ഓവറിൽ 6 വിക്കറ്റിന് 189 റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തി. സ്കോർ 220ലേക്ക് പോകാതെ ഇന്ത്യയെ രക്ഷിച്ചത് ഡെത്ത് ഓവറുകളിലെ ബുംറയുടെ തീപ്പൊരി യോർക്കറുകളും വരുൺ ചക്രവർത്തിയുടെ കറങ്ങുന്ന സ്പിൻ തന്ത്രങ്ങളും മാത്രമായിരുന്നു. 189 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യയെ കാത്തിരുന്നത് ദക്ഷിണാഫ്രിക്കയുടെ വജ്രായുധമായ ആൻഡ്രിച്ച് നോർക്കിയെയായിരുന്നു. എന്നാൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അവിടെയാണ് ആരും പ്രതീക്ഷിക്കാത്ത ആ വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ചു മത്സരങ്ങളിലായി കടുത്ത ഫോം ഔട്ടിൽ ഉഴലുകയായിരുന്ന യുവതാരം അഭിഷേക് ശർമ്മയെ മാറ്റി നിർത്തി അവസാന നിമിഷം ടീം മാനേജ്മെന്റ് എടുത്ത ആ നിർണായക തീരുമാനം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലവര മാറ്റി എഴുതുകയായിരുന്നു. അതെ, ഓപ്പണറുടെ റോളിൽ പകരം കളത്തിലിറങ്ങിയത് വിമർശകരുടെ വായടപ്പിക്കാൻ കാത്തിരുന്ന നമ്മുടെ സ്വന്തം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ. ക്രീസിലെത്തിയ സഞ്ജു ആദ്യ പന്ത് തന്നെ 150 കിലോമീറ്റർ വേഗതയിൽ തീ തുപ്പിയ നോർക്കിയയെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഗാലറിയിലെത്തിച്ചപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം ഇളകിമറിഞ്ഞു. മറുവശത്തെ ഇഷാൻ കിഷനും തിലക് വർമ്മയും നായകൻ സൂര്യകുമാർ യാദവുമെല്ലാം ദക്ഷിണാഫ്രിക്കൻ പേസിന് മുന്നിൽ വലിയ സ്കോറിൽ എത്താതെ കീഴടങ്ങിയപ്പോൾ 14 ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റിന് 125 റൺസ് എന്ന നിലയിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തി. എന്നാൽ ക്രീസിന്റെ ഒരറ്റത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ സഞ്ജു ആഞ്ഞടിക്കുകയായിരുന്നു. 16-ാം ഓവറിൽ റബാഡയെയും 18-ാം ഓവറിൽ നോർക്കിയെയും തലങ്ങും വിലങ്ങും പ്രഹരിച്ച് സഞ്ജു ആഫ്രിക്കൻ ക്യാപ്റ്റൻ മാർക്രത്തെ അക്ഷരാർത്ഥത്തിൽ നിസ്സഹായനാക്കി. 19-ാം ഓവറിൽ ഹാർദിക് പാണ്ഡ്യ കൂടി പുറത്തായതോടെ 11 പന്തിൽ 22 റൺസ് വേണമെന്ന അസാധ്യമായ ലക്ഷ്യത്തിനു മുന്നിൽ ഫിനിഷർ റിങ്കു സിംഗ് ക്രീസിലെത്തിയ നിമിഷം കോടിക്കണക്കിന് ഇന്ത്യൻകാരുടെ നെഞ്ചിടിപേറി. എന്നാൽ ലോകത്തെ വിറയ്ക്കുന്ന റബാഡയുടെ കൃത്യതയാർന്ന യോർക്കറിനെ അവിശ്വസനീയമായ ഒരു ഹെലികോപ്റ്റർ ഷോട്ടിലൂടെ സിക്സറിലേക്ക് പറത്തിക്കൊണ്ട് വെറും 54 പന്തിൽ 108 റൺസുമായി സഞ്ജു സാംസൺ തന്റെ കരിയറിലെ ഏറ്റവും വൈകാരികവും വീരോചിതവുമായ സെഞ്ചുറി പൂർത്തിയാക്കി. വിമർശനങ്ങളുടെ മുൾക്കിരീടം അണിഞ്ഞവനിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അനിഷേധ്യനായ രക്ഷകനിലേക്കുള്ള ആ രാജകീയ തിരിച്ചുവരവ് കണ്ട് സ്റ്റേഡിയം ഒന്നടങ്കം എഴുന്നേറ്റുനിന്ന് സല്യൂട്ട് ചെയ്തു. അവസാന ഓവറിൽ 6 പന്തിൽ 8 റൺസ് വേണമെന്നിരിക്കെ മഫാക്കയുടെ ആദ്യ പന്തിൽ സിംഗിൾ എടുത്ത് സഞ്ജു റിങ്കുവിന് സ്ട്രൈക്ക് നൽകി. തന്റെ ബാഹുബലി കരുത്ത് പുറത്തെടുത്ത റിങ്കു റോക്കറ്റ് വേഗതയിൽ ഒരു 4 അടിക്കുകയും അടുത്ത പന്തിൽ ബുദ്ധിപൂർവ്വം ഒരു റൺസ് ഓടിയെടുക്കുകയും ചെയ്തതോടെ ഇന്ത്യ വിജയത്തിനരികിലെത്തി. ഒടുവിൽ 4-ാം പന്തിൽ ദക്ഷിണാഫ്രിക്കൻ ഫീൽഡർമാരെ വെറും കാഴ്ചക്കാരാക്കി സഞ്ജു പായിച്ച ആ ക്ലാസിക് കവർ ഡ്രൈവ് അതിർത്തി കടന്നപ്പോൾ ഇന്ത്യ 4 വിക്കറ്റിന്റെ ചരിത്രവും ഇതിഹാസതുല്യവുമായ വിജയം സ്വന്തമാക്കി.
അവസരം ലഭിച്ചാൽ താനൊരു വൺ മാൻ ആർമിയാണെന്നും വിമർശകർക്കുള്ള മറുപടി തന്റെ ബാറ്റിലുണ്ടെന്നും ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി വിളിച്ചു പറയുകയായിരുന്നു സഞ്ജു സാംസൺ എന്ന ആ അതുല്യ പ്രതിഭ. നെഞ്ചിടിപ്പോടെ ലോകം മുഴുവൻ കണ്ട ഈ മഹാപോരാട്ടം യഥാർത്ഥത്തിൽ ടൂർണമെന്റിലെ ഒരു ഔദ്യോഗിക മത്സരമേ ആയിരുന്നില്ല. ഇത് സൂപ്പർ 8-ന് മുന്നോടിയായി നടന്ന വെറുമൊരു സന്നാഹ മത്സരം മാത്രമായിരുന്നു. ഈ വെറുമൊരു പ്രാക്ടീസ് മാച്ചിൽ തന്നെ ഇന്ത്യൻ സിംഹങ്ങൾ ഇത്രമാത്രം രക്തദാഹികളായി ദക്ഷിണാഫ്രിക്കയെ പോലൊരു വമ്പൻ ടീമിനെ പിച്ചി ചീന്തിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ലോകകപ്പ് വേദിയിൽ ഇവരുടെ സംഹാരതാണ്ഡവം എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ലോകത്തെ ഒരു കൊമ്പന്മാർക്കും ഈ ഇന്ത്യൻ പടയോട്ടത്തെ തടഞ്ഞു നിർത്താനാവില്ല എന്നത് അടിവരയിട്ടുറപ്പിക്കുന്നതാണ് ഈ പ്രകടനം. സഞ്ജു സാംസൺ എന്ന ഈ പോരാളി കൂടി തന്റെ വിശ്വരൂപം പുറത്തെടുത്തതോടെ ഈ ലോകകപ്പ് മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറല്ല. എതിരാളികൾ എത്ര വലിയവരായാലും എന്തൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും 2026-ലെ ആ T20 ലോകകപ്പ് കിരീടം ഇന്ത്യയിലേക്ക് തന്നെ വണ്ടി കയറുമെന്ന് നമുക്ക് 100% ഉറപ്പിക്കാം. ഈ ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കാൻ പോകുന്ന ഒരു ശക്തിയും ഇന്നീ ഭൂമുഖത്തില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.